ഹലോ പൊന്നൂസ് ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഏർലി മോർണിംഗ് ഒരു വ്ളോഗാണ്, ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ്, ഞങ്ങളല്ല അവൾ എഴുന്നേൽപ്പിച്ചു എന്ന് പറയണം. ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേന് എഴുന്നേറ്റ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞ് ആൾ നല്ല ഇതിലാണ്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ മൂടി പുതപ്പിച്ച് കിടത്താമെന്ന് വെച്ചു. പക്ഷെ പുതപ്പെല്ലാം തട്ടി മാറ്റിയിട്ടാണ് പുള്ളിക്കാരത്തി കിടപ്പ്. കുറേ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിയപ്പം ഇതായിരുന്നു അവസ്ഥ. തലവണയൊക്കെ ഏതൊക്കെയോ സൈഡ് ഭാഗത്തൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെയൊക്കെ കൊഞ്ചിച്ച് ഒക്കെ കഴിയുമ്പോഴാണ് കുറച്ച് നേരം കൂടി ഒന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊഞ്ചിച്ചില്ലെങ്കിൽ ആളുടെ മൈൻഡൊക്കെ മാറി കരച്ചിലുമൊക്കെ ആയി തുടങ്ങും. അപ്പോൾ വലിയ വഴക്കും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ കൊഞ്ചിച്ചും പെറുക്കിയൊക്കെ തന്നെത്താനെ കിടന്ന് അവിടെ ഉറങ്ങിക്കോളും. അപ്പോഴേക്കും ഞാൻ ടീയൊക്കെ ഇട്ടുകൊണ്ട് വന്ന് ഇന്നത്തെ ഡേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഗായ്സ്, ഇത് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടീ ആണ്. ഇത് ഹോം റെമഡി ആയിട്ടുള്ള ടീ ആണ് കേട്ടോ. ഇതിൽ ശതാവരി, മഞ്ഞൾ, ഉലുവ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ, ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് പ്രൊഡക്ഷനൊക്കെ കൂടുതലാവാനൊക്കെ വളരെ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പം ഇത് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും പിന്നെ വൈകിട്ട് കിടക്കാൻ നേരത്തും ഇത് യൂസ് ചെയ്യണം. അപ്പം നല്ല റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാവയെ ദൈവം ഞങ്ങൾക്ക് സമ്മാനിച്ച ഒരു ദിവസമാണ്. കഴിഞ്ഞ ഇയർ ആയിരുന്നു, ഈ ഒരു ഡേറ്റിലായിരുന്നു പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡേ ആയിരുന്നു. അപ്പോൾ അത് മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹെൽത്തായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഇഷ്യൂസ് ഉണ്ടായിരുന്നു. PCOS ഉണ്ടായിരുന്നു, ഫാറ്റ് ലിവർ ഉണ്ടായിരുന്നു, തൈറോയ്ഡ് ലെവൽ ചെറിയ രീതിയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ്, അപ്പോൾ എല്ലാവർക്കും ഒരു വിചാരമുണ്ട് PCOS വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിബിൾ ആക്കാൻ പാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്ത് ഒന്ന് ഹാർഡ് വർക്ക് ഒന്ന് സ്റ്റേബിൾ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിബിളാണ്. ഒന്നാമത്തെ കാര്യം പോസിബിളാണ്. അതിൻ്റെ ഒരു ഇതാണ് ഒരു തെളിവാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മെഡിസിൻ പോലും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹോം റെമഡീസിലൂടെ മാത്രമാണ് ഞാൻ ചെയ്തത്. പിന്നെയും ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുത്തത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ്. അത് ഡെലിവറി ടൈം വരെയായിരുന്നു ഞാൻ എടുത്തത്. പിന്നീട് ഞാനിപ്പോൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുവരെ എനിക്ക് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഞാൻ ചെയ്ത് തുടങ്ങിയത് ഡയറ്റാണ്, പിന്നെ എക്സസൈസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു 7 മാസം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനായിരുന്നു, 7-8 മാസം കഴിഞ്ഞപ്പോഴത്തേനായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് വരാൻ തുടങ്ങി. ഒരു 75 kg അടുത്ത് എനിക്ക് വെയിറ്റ് എത്തി. എനിക്ക് അത്രയും വരാൻ പാടില്ലാത്ത, അപ്പം അത്രയൊക്കെ വെയിറ്റ് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആദ്യമേ വിചാരിച്ചു ഫുഡിൻ്റെ ആയിരിക്കും, ഫുഡ് കൺട്രോൾ ചെയ്തേക്കാം, അങ്ങനെ ചിന്തിച്ചു. അതിനുശേഷം പിന്നെയും ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഈ ബെല്ലി ഫാറ്റൊക്കെ വരാൻ തുടങ്ങിയപ്പം ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ഗൈനക്കോളജീനെ ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവർ സ്കാൻ ചെയ്തപ്പം എനിക്ക് സിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവരെൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞത് വെയിറ്റ് കുറച്ചിട്ട് വരൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാമെന്നായിരുന്നു. വെയിറ്റ് കുറയ്ക്കാണ്ട് നമുക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഒരു ഫിറ്റ്നസ് ട്രെയിനറിനെ കൺസൾട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെയിറ്റ് കുറച്ചാലും കുറച്ചില്ലെങ്കിലും മെഡിസിൻ ചെയ്യണ്ടേ. കാരണം ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്, PCOD ഒക്കെ വന്നു കഴിയുമ്പം മെഡിസിനൊക്കെ ചെയ്യണം, തൈറോയ്ഡൊക്കെ വന്നു കഴിയുമ്പോൾ മെഡിസിൻ. അപ്പം ഇവർ എന്നോട് വെയിറ്റ് കുറയ്ക്കാൻ മാത്രമേ പറഞ്ഞു. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ വെയിറ്റ് ഇവിടെ നമുക്ക് ഫിറ്റ്നസ് ട്രെയിനറിനെ പോസിബിൾ അല്ല. അപ്പോൾ ഓൺലൈൻ വഴി നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനറിനെ നോക്കി. അപ്പം ഒരു അടിപൊളി, പറയാതിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഹെൽത്ത് ഫിറ്റ് മീ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. കാരണം അവരുടെ കൺസൾട്ടേഷൻ, അവരുടെ സർവീസിങ്, അവരുടെ എല്ലാം നല്ലതാണ്. കാരണം ഡയറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ നമുക്ക് ഡയറ്റ് ചാർട്ട് റെഡിയാക്കി തരും. അപ്പം അവരുടെ ഒരു നല്ല അടിപൊളി ഒരു ഇതായിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഇതിലാണ് ഞാൻ എൻ്റെ
ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എക്സസൈസൊക്കെ ആദ്യമേ എനിക്ക് ഭയങ്കര പാടായിരുന്നു. നല്ല പെയിൻഫുൾ ആയിരുന്നു. ബോൺസിനൊക്കെ നല്ല പെയിനായിരുന്നു. പിന്നെ ഹസ്ബൻഡാണ് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് മോട്ടിവേഷനൊക്കെ തന്ന് ഒന്ന് ഓക്കെ ആക്കിയത്. അപ്പോൾ പുള്ളിക്കാരൻ ദുബായിലിരുന്ന് നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് മാർച്ച് പകുതിയോട് കൂടി ദുബായിക്ക് പോകണമായിരുന്നു. അപ്പോൾ അന്നേരമാണ് ഇങ്ങനെയാണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഈ 3 മാസം കൊണ്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കണം. അത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്നാണ് ഫിറ്റ്നസ് ട്രെയിനർ ആദ്യമേ പറഞ്ഞത്. കാരണം കുറച്ച് മാസം പിടിക്കും വെയിറ്റ് കുറയ്ക്കുന്നതല്ലേ. അപ്പോൾ അപ്പം എൻ്റെ മാക്സിമം എൻ്റെ എഫേർട്ട് ഞാൻ അതിലെടുത്തു. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് എനിക്ക് സുംബ ഡാൻസ് ആയിരുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഡാൻസൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സുംബ ഡാൻസ് ആയിരുന്നു. കാരണം അതിലൂടെ നമുക്ക് മൈൻഡ് നമുക്ക് നമുക്ക് നല്ലൊരു ഒരു ഫ്രഷ്നെസ് എന്നല്ല, എന്താ പറയുക, ഒരു മൈൻഡ് നമുക്ക് നല്ലപോലെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ പറ്റും. കാരണം നമുക്കിഷ്ടമുള്ള പാട്ടിട്ട് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ അത്രയ്ക്കും ഒരിതാണ്. അപ്പം ഞാനത് അയ്യോ എക്സസൈസ് ചെയ്യണമല്ലോ എന്ത് പാടാണ് അങ്ങനെ ഒരു ചിന്തയേ ഇല്ലായിരുന്നു. വളരെ എനിക്ക് പറ്റും, നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് നല്ല പോലെ എനിക്ക് ചെയ്യാൻ പറ്റി. ആ ഒരു സുംബ ഡാൻസ് ആയിരുന്നു എനിക്ക് എൻ്റെ വെയിറ്റൊക്കെ എനിക്ക് കുറയ്ക്കാൻ സാധിച്ചത്. പിന്നെ എൻ്റെ ഡയറ്റ്, ഞാൻ ഉപ്പൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ മാസത്തിൽ 1-2 ദിവസം എങ്ങാണ്ടാന്ന് തോന്നുന്നു കഴിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതുപോലെ ഞാൻ ഉപ്പൊക്കെ അവോയ്ഡ് ചെയ്തു. തൈറോയ്ഡൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത് വിട്ടു. അങ്ങനെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു. എന്താ പറയുക, ഒരുപാട് എന്താ പറയുക ചത്ത് കിടന്ന് ചെയ്തെന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ഞാനിത് ചെയ്ത് ഓക്കെ ആക്കിയത്. എൻ്റെ ഹെൽത്ത് അങ്ങനെ 59 kgയിലേക്കായിരുന്നു ദുബായിക്ക് പോകുന്നതിൻ്റെ സമയം എൻ്റെ വെയിറ്റ് ഞാൻ ആക്കിയത്. പിന്നെ ഞാൻ ഹോം റെമഡീസ് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. ശതാവരി പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങി. ഈ ഫാറ്റി ലിവറിന് മിൽക്ക് ടെസ്റ്റിൽ എന്ന് പറഞ്ഞ ഒരു ടാബ്ലറ്റ് കിട്ടും. അത് ആയുർവേദിക്കാണ്, നാച്ചുറലാണ്. അപ്പം അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. PCOSനാണേലും ഫാറ്റി ലിവറിനാണേലും ഒക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം ഡയറ്റൊന്നും ഫോളോ അപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഒരു ഏപ്രിൽ ലാസ്റ്റോടു കൂടി ഞങ്ങൾ അവിടുത്തെ ദുബായിൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൺസൾട്ട് ചെയ്തപ്പം എനിക്ക് പ്രഗ്നൻസി നെഗറ്റീവായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് വിഷമിച്ചു. ഇനി മെഡിസിൻ ടേക്ക് ഓവർ ചെയ്യാണ്ട് പറ്റില്ല എന്ന് അവിടുത്തെ ഡോക്ടറും പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങളിന്ന് ഇവിടെ നാട്ടിൽ വന്നിട്ട് നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു മെയ് 15 ആയപ്പോൾ വീണ്ടും എനിക്കൊരു ക്ഷീണവും തളർച്ചയൊക്കെ വന്ന ടൈമിൽ ഞങ്ങൾ വീണ്ടും അവിടുത്തെ ക്ലിനിക്കിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എന്താ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഇതാവത്തില്ല, ഇതല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം അവിടെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസമാണ് നമുക്ക് എൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പ്രഗ്നൻസിയുടെ ഞാനിത് ടെസ്റ്റ് നടത്തിയിട്ട് എനിക്ക് അടുത്ത ദിവസമായിരുന്നു. അപ്പോൾ മെയ് 16 എനിക്ക് മെയിൽ വഴി ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയത്. അപ്പം ഒരു വൈകിട്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഇല്ലല്ലോ. അപ്പം കുറേ നാൾ ഒത്തിരി പേരിങ്ങനെ അവരുടെ വാവയൊക്കെ കളിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ. അപ്പം ഇനി ഉണ്ടാവത്തില്ലായിരിക്കുമോ, അങ്ങനെയൊക്കെ ഓരോ നെഗറ്റീവായിട്ടുള്ള തോട്ടും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതിനുശേഷം മെയ് 16 വൈകിട്ട് മെയിൽ വന്നപ്പം SEG ലെവലിൻ്റെ വാല്യൂ നോക്കിയപ്പോൾ ശരിയാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടായിരുന്നു വന്നത്. അവിടുത്തെ ഒരു ചേച്ചിയായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷം, ദൈവത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. ഒരുപാട് നാളത്തെ ദിവസത്തെ എന്താ പറയുക, ഞങ്ങൾക്ക് ഒരു വാവയെ കിട്ടാൻ പോവുകയാണല്ലോ, ആ ഒരു മൊമെൻറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു. അതായിരുന്നു ഇന്നത്തെ ഈ മെയ് 16. കഴിഞ്ഞ വർഷത്തെ ഒന്നാലോചിക്കുമ്പം ഒരുപാട് സന്തോഷം, അതുപോലെ തന്നെ എൻ്റെ വാവയെ കാണുമ്പോഴുള്ള പറയാൻ പറ്റില്ല, അത്രയ്ക്കും ഒരു സന്തോഷമാണ്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ PCOS ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾ ഇനി പ്രഗ്നൻ്റ് ആവില്ല അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല.
നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, ഹെൽത്ത് ഒന്ന് സ്റ്റേബിളാക്കി വെക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ല നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റിൽ ദെൻ ബൈ ബൈ.